ശക്തമായ വേദന കാരണം ഷോൾഡർ പൊക്കാനോ പുറകിലോട്ടെടുക്കാനോ ഒന്നും ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയുണ്ട്. ഇതിനാണ് ഫ്രോസൺ ഷോൾഡർ എന്നറിയപ്പെടുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഈ ഒരു അവസ്ഥയെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ നിഷാദ്, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. എന്താണ് ഫ്രോസൺ ഷോൾഡർ? ഫ്രോസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ഒട്ടിപ്പിടിച്ച അവസ്ഥ, അല്ലെങ്കിൽ സ്റ്റിഫായി പോകുന്നൊരവസ്ഥ, അതിനാണ് ഈ ഫ്രോസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അസുഖത്തിന് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയാൻ കാരണം. ഷോൾഡർ ഒട്ടിപ്പിടിച്ചൊരവസ്ഥ, ഷോൾഡർ മൂവ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ പൊക്കാൻ പറ്റാത്ത, ഇളക്കാൻ പറ്റാത്തൊരവസ്ഥ, അതിനാണ് ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും ഈ ഫ്രോസൺ ഷോൾഡർ? ഫ്രോസൺ ഷോൾഡറിൽ സംഭവിക്കുന്നത്, ഈ ജോയിൻറ്റിൻ്റെ ചുറ്റും നമുക്കൊരു ക്യാപ്സ്യൂളുണ്ട്. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റിൻ്റെ ചുറ്റുമുള്ള ഒരു കവറിംഗ് ആണ്. ആ കവറിങ് ടൈറ്റായി പോവുകയും ഒട്ടിപ്പിടിച്ച് ആ ജോയിൻറ്റ് സ്റ്റിഫായി വരുന്ന ഒരു അസുഖത്തിനാണ് ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത്. പല കാരണങ്ങളുണ്ടാവാം, പല കാരണങ്ങൾ കൊണ്ട് ഫ്രോസൺ ഷോൾഡർ വരാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഫ്രോസൺ ഷോൾഡറിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ഉള്ളിൽ ചെറിയ നീർക്കെട്ട് വരികയും പിന്നീട് ആ ജോയിൻറ്റിൻ്റെ ക്യാപ്സ്യൂൾ പറഞ്ഞ ചുറ്റുമുള്ള ആവരണം ടൈറ്റായി വരികയും അതിൻ്റെ കൂടെ തന്നെ ചുറ്റുവട്ടത്തുള്ള മസിൽസ് എല്ലാം സ്പാസത്തിൽ പോവുകയും ചെയ്യും. മസിൽസ് എല്ലാം ടൈറ്റ് ആവും. അപ്പോൾ സിവിയർ പെയിൻ ഉണ്ടാവും. അപ്പോൾ തുടക്കത്തിൽ പറയുകയാണെങ്കിൽ ഇത് കുറേ സ്റ്റേജിലാണ്. നമുക്ക് ഈ അസുഖം തുടങ്ങുന്ന സമയത്ത് ശക്തമായ വേദനയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ആ സമയത്ത് മൂവ്മെൻറ്റ്സിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല, സിവിയർ പെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് ഷോൾഡറിൻ്റെ ഉള്ളിൽ നിന്ന്, ഷോൾഡറിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് പ്രധാനമായിട്ടും പെയിൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് കൂടുതലും രാത്രി കാലങ്ങളിലാണ്. രാത്രി കിടക്കുന്ന സമയത്താണ് അസഹനീയമായ പെയിൻ ഉണ്ടാവുക. പകൽ സമയത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊതുവെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. രാത്രി കിടക്കാൻ നേരം ഷോൾഡർ പെയിൻ വരും, പ്രധാനമായും ഈ ഭാഗത്ത് പെയിൻ വരും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൈ പൊക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇതിന് പല രീതിയിലുള്ള പല സ്റ്റേജുകളുണ്ട്. ശരിക്കും ഫ്രോസൺ ഷോൾഡറിന് പല സ്റ്റേജുകളാണ്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അപ്പോൾ ഇതിൽ സിവിയറായിട്ട് പെയിനും ആ ജോയിൻറ്റിലുള്ള മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്ഷനും എല്ലാം ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്രോസൺ സ്റ്റേജാണ്. അതായത് ഫുള്ളായിട്ട് സ്റ്റിഫായിട്ടുള്ള അവസ്ഥ. ആ ഒരു സ്റ്റേജിൽ നമുക്ക് സാധാരണയായിട്ട് പെയിന് കുറച്ചൊന്ന് കുറയും. പെയിന് കുറവായിരിക്കും, പക്ഷേ സ്റ്റിഫ്നെസ്, മൂവ്മെൻറ്റ്സ് തീരെ ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. പിന്നെ ഉണ്ടാകുന്നൊരവസ്ഥയാണ് റിസോൾവിങ് സ്റ്റേജ് ആയിരിക്കും. അതായത് അത് മെല്ലെ മെല്ലെ ജോയിൻ്റ് ഇളകി തുടങ്ങുന്ന അവസ്ഥയാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ പൊതുവേ ഈ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞാൽ തനിയെ തന്നെ സെൽഫ് ലിമിറ്റിംഗ് എന്നാണ് പറയുക. അതായത് തനിയെ തന്നെ മാറുന്നൊരവസ്ഥയാണ്. പക്ഷേ മിക്ക ആളുകൾക്കും ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ മാറാൻ ഏകദേശം ഒരു 2 വർഷം വരെ എടുക്കും. അപ്പോൾ ആ ഒരു പീരീഡിലാണ് ഇത് മെല്ലെ മെല്ലെ മാറി വരുന്നത്. പക്ഷേ എന്താണ് പ്രശ്നം? തുടക്കത്തിലുള്ള സ്റ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിവിയർ പെയിനാണ്. അതായത് നല്ല ശക്തമായ വേദനയാണ്. അപ്പോൾ വേദന കാരണം നമുക്ക് എന്താണ്, ഒന്നും ഉറങ്ങാൻ പറ്റില്ല. രണ്ടാമത്തത് കൈ പൊക്കാൻ പറ്റില്ല. നമുക്കൊന്ന് മുടി ചെയ്യാനോ അല്ലെങ്കിൽ ഡ്രസ്സ് അഴിക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് അതിനാണ്. ഇപ്പോൾ ഡ്രസ്സ് അഴിക്കാൻ, ഒരു ബനിയൻ അഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ ബ്രായുടെ ഹുക്ക് ഇടണമെങ്കിലോ എല്ലാം കൈ പുറകോട്ട് പോവില്ല. അതുപോലെ തന്നെ കൈ പൊക്കാൻ പറ്റില്ല, മുടി കെട്ടാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥ, ഈ ഒരു സംഭവങ്ങൾ നമ്മൾ സാധാരണ ഡെയിലി ചെയ്യേണ്ട സാധാരണ കാര്യങ്ങൾക്ക് വേറൊരാളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതൊരു ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഒന്ന് മുടി ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആളെ വിളിക്കുക, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇട്ട് തരാൻ വേണ്ടിയിട്ട്, ഡ്രസ്സ് അയക്കാൻ വേണ്ടിയിട്ട് വേറെ ആളെ സഹായം തേടുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അത് കൂടാതെ ഉറങ്ങാനും പറ്റില്ല, രാത്രി ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയും. ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ ഒരു അസുഖം പക്ഷേ നമ്മൾ പറയുമ്പോൾ തനിയെ സെൽഫ് ലിമിറ്റിംഗ് ആണെന്ന് പറഞ്ഞ് നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും പെയിനും നമുക്ക് സ്വന്തം കാര്യങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അതിന് ചികിത്സിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ആർക്കാണ് ഈ ഫ്രോസൺ ഷോൾഡർ ഉണ്ടാകുന്നത്? ഇത് തനിയെ വരുന്ന അസുഖമാണോ? ഫ്രോസൺ ഷോൾഡർ സാധാരണയായി കാണുന്നത് നമുക്ക് ചില അസുഖങ്ങളുള്ള ആൾക്കാർക്കാണ്. ഏറ്റവും കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഷുഗറാണ്. അതായത് ഡയബറ്റീസ് ഉള്ള പ്രമേഹ രോഗികളിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ ഫ്രോസൺ ഷോൾഡർ കാണുന്നത്. പ്രമേഹ രോഗികൾ ഏകദേശം 20% ആളുകൾക്ക് ഈ ഫ്രോസൺ ഷോൾഡർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരും. അപ്പോൾ ആദ്യം ചിലപ്പോൾ ഒരു ഷോൾഡറിൽ വരും, കുറച്ച് കാലം കഴിഞ്ഞ് അത് മാറി കുറച്ച് കാലം കഴിഞ്ഞ് മറ്റേ അടുത്ത ഷോൾഡറിൽ വരും. അപ്പോൾ അതൊരു കോമൺ ആയിട്ട് വരുന്നൊരു അസുഖം ഷുഗറാണ്. രണ്ടാമത്തത് ഷുഗർ അല്ലാതെ ഇത് കോമൺ ആയിട്ട് വരുന്നൊരു അസുഖമാണ് തൈറോയിഡിൻ്റെ പ്രശ്നമാണ്. തൈറോയിഡ് കൂടുകയോ അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺ കുറയുകയോ ചെയ്യുന്ന ആൾക്കാരിൽ തനിയെ തന്നെ ഈ ഫ്രോസൺ ഷോൾഡർ, ഇത് പരിക്കൊന്നും കൂടാതെ തന്നെ തനിയെ വരുന്ന അസുഖങ്ങളാണ്. അതുകൂടാതെ വേറെയും ഒരുപാട് അസുഖങ്ങളുണ്ട്. ഉദാഹരണത്തിന് പാർക്കിൻസോൺസം പോലെയുള്ള അസുഖങ്ങൾ, ഈ ഷിവറിംഗ് ഉള്ള അല്ലെങ്കിൽ വിറയിലുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഇത് വരും. സ്ട്രോക്ക് വന്ന ആൾക്കാർക്ക് തനിയെ ഈ ഫ്രോസൺ ഷോൾഡറിൻ്റെ പ്രശ്നം വരും. അങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് അസുഖങ്ങൾ കാരണം
ഈ ഫ്രോസൺ ഷോൾഡർ വരും. അതല്ലാതെ മറ്റൊരു കോമൺ ആയിട്ട് വരുന്ന അവസ്ഥ എന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പരിക്കുകൾ പറ്റുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഷോൾഡറിന് ചുറ്റും കുറേ മസിലിൻ്റെ വള്ളികളുണ്ട്, നമ്മൾ റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്ന മസിലിൻ്റെ വള്ളികളുണ്ട്. അതിലേതെങ്കിലും ഒരു മസിലിൻ്റെ വള്ളിക്ക് ഒരു പൊട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കീറൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആ ജോയിൻറ്റ് സ്റ്റിഫായി പോകും. അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. ഷോൾഡറിൻ്റെ പ്രത്യേകിച്ച് ഷോൾഡർ ജോയിൻറ്റിന് പ്രത്യേകിച്ചുള്ളൊരു പ്രശ്നമാണ്. അതായത് എന്തെങ്കിലും ഒരു പരിക്ക് ഉള്ളിൽ പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആ ജോയിൻറ്റ് സ്റ്റിഫായി പോകും. അതും ഫ്രോസൺ ഷോൾഡർ തന്നെയാണ്, പക്ഷേ അതിന് കാരണം അതിനുള്ളിലുള്ള പരിക്കാണെന്ന് മാത്രം. അപ്പോൾ നമുക്കൊരു ഫ്രോസൺ ഷോൾഡർ, അത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഷോൾഡർ കൈ പൊക്കാൻ പറ്റുന്നില്ല, കൈ ആ സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൈ പുറകോട്ടെടുക്കാൻ പറ്റുന്നില്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ഫ്രോസൺ ഷോൾഡർ ആണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ആ എല്ലാ മൂവ്മെൻറ്റ്സും, മുന്നോട്ടാണെങ്കിലും പുറകോട്ടാണെങ്കിലും സൈഡിലോട്ടാണെങ്കിലും എല്ലാ മൂവ്മെൻറ്റ്സും ഈ ഫ്രോസൺ ഷോൾഡർ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്കത് അസുഖം കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ മൂവ്മെൻറ്റ്സാണ്. അപ്പോൾ കൈയിൻ്റെ ഭാഗത്തേക്ക് ശക്തമായ വേദന വരെ ഉറങ്ങാൻ പറ്റാത്ത ഒരാൾക്ക് നമ്മൾ കൈ മൂവ്മെൻറ്റ് ഉണ്ടോ നോക്കാം, അതായത് കൈ പൊക്കാൻ പറ്റുമോ നോക്കാം. കൈ ഫുള്ളായിട്ട് പൊക്കാൻ, ഫ്രീ ആയിട്ട് പൊക്കാൻ പറ്റുന്നുണ്ട്, പുറകോട്ട് എടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഫ്രോസൺ ഷോൾഡർ ആവാനുള്ള സാധ്യത കുറവാണ്. അവിടെ വേദന ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കഴുത്തിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടോ ഉള്ള പെയിൻ ആവാനാണ് സാധ്യത കൂടുതലുള്ളത്. പക്ഷേ ഈ ഫ്രോസൺ ഷോൾഡറുള്ള ആളാണെങ്കിൽ ആ കൈ പൊക്കാനും അതുപോലെ സൈഡിലേക്ക് എടുക്കാനും പുറകിൽ ചൊറിയാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് പുറകോട്ട് പോവില്ല, കൈ പോവില്ല, എവിടെ വരെ പോവുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഈ ഫ്രോസൺ ഷോൾഡർ ആണ് എന്നുള്ള കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് അടുത്ത കാര്യം. അപ്പോൾ ഈ ഷുഗർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് തീർച്ചയായും ഫ്രോസൺ ഷോൾഡർ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഷുഗറുള്ള ആൾക്കാർക്കും ഈ ഷോൾഡറിൻ്റെ ഉള്ളിലുള്ള വള്ളികൾക്കുള്ള മസിൽസിൻ്റെ വള്ളികൾക്കുള്ള പരിക്ക്, പൊട്ട് കാര്യങ്ങളെല്ലാം വരാം, പരിക്ക് പറ്റാം. അപ്പോൾ അത് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ള നമ്മൾ എപ്പോഴും തീർച്ചയായും നോക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഫ്രോസൺ ഷോൾഡർ വന്ന ആൾക്കാരെ ഈ കൈയിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ അവരുടെ ഈ ഹിസ്റ്ററിയിൽ ഈ ഇത്തരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതൊരു പ്രീഡിസ്പോസിങ് ഫാക്ടർ, അതൊരു റിസ്ക് ഫാക്ടറാണ്. ഇതുണ്ടെങ്കിൽ അതാണ് ഒരു സാധ്യത, അതുകൊണ്ട് തന്നെ വന്നതാവാം. പിന്നെ രണ്ടാമതുള്ളത് നമുക്ക് ഷോൾഡറിൻ്റെ ഉള്ളിൽ പരിക്കുകളുണ്ടെന്ന് നോക്കാം. അത് നേരിട്ട് പരിശോധിക്കുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റുകൾ, ചിലപ്പോൾ ഒരു എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ ഉള്ളിൽ, ഉദാഹരണത്തിന് ഷോൾഡറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാൽസിഫിക് ടെൻഡിൻ, അതായത് ഒരു കാൽഷ്യം വന്ന് അടിഞ്ഞു കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത് കാരണം ചിലപ്പോൾ ഇതുപോലെ സിവിയർ പെയിനും കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥ വരാം. അപ്പോൾ അങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്റേയിൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഷോൾഡറിന് തേയ്മാനം വന്നു, ഇപ്പോൾ പ്രായമുള്ള ആളാണ്, 75 വയസ്സുള്ള ആളാണ്, 80 വയസ്സുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ തന്നെ കൈ പൊക്കാനും പുറകോട്ടെടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. അതിന് കാരണം ഈ ഫ്രോസൺ ഷോൾഡർ ആയിരിക്കില്ല, പകരം ആ ജോയിൻറ്റിൻ്റെ തേയ്മാനമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ചില കാര്യങ്ങൾ എക്സ്റേയിൽ മനസ്സിലാവില്ല, കാരണം ഈ ഷോൾഡറിൻ്റെ വള്ളികൾക്ക്, മസിലിൻ്റെ വള്ളികൾക്കുള്ള പരിക്ക്, പൊട്ട് കാര്യങ്ങളൊന്നും എക്സ്റേ കിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ ഒരു അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ആ മസിൽസിന് പരിക്കോ അല്ലെങ്കിൽ പൊട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ മനസ്സിലാവും. അതിൽ കിട്ടാത്ത അല്ലെങ്കിൽ അതിൽ മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ MRI സ്കാന് വേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉള്ളിൽ എന്തെങ്കിലും പരിക്കൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ പലപ്പോഴും പക്ഷേ ഈ ഫ്രോസൺ ഷോൾഡർ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ആവശ്യമില്ല. അത് ഈ ഫ്രോസൺ ഷോൾഡർ ആണെന്ന് മനസ്സിലാക്കി ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് ഹിസ്റ്ററി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ഫ്രോസൺ ഷോൾഡർ കൂടെ ഉള്ളിൽ വല്ല പരിക്കുകളോ മറ്റോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പലപ്പോഴും ടെസ്റ്റുകളുടെ ആവശ്യം വരിക. അത് കൂടാതെ എപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഈ ഫ്രോസൺ ഷോൾഡറായിട്ട് വരുന്ന ആൾക്കാരുടെ ബ്ലഡ് ടെസ്റ്റിൽ ഷുഗർ, തൈറോയ്ഡ്, അതുപോലെ ESR, വാദസംബന്ധമായ അസുഖങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം. അതൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. ജോയിൻറ്റ് സ്റ്റിഫ് ആവാനുള്ള കാരണങ്ങൾ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റാണ്. ഇതിപ്പോൾ തീരുമാനമായി, ഇതിപ്പോൾ ഒരു ഫ്രോസൺ ഷോൾഡറാണ്, അതിന് വേറെ പരിക്കുകളോ മസിലിൻ്റെ വള്ളികൾക്കുള്ള പരിക്കുകളോ പൊട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ആൾക്ക് ഷോൾഡറിൻ്റെ സ്റ്റിഫ്നെസ് ഉണ്ട്, കൂടെ നല്ല ശക്തമായ വേദനയുണ്ട്, ഇതാണെന്ന് തീരുമാനമായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ എന്താണ് ഇതിന് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയേണ്ടതാണല്ലോ, അതായത് വേദന ഉള്ള ആൾ, ഇത്രയും സഹിക്കുന്ന ആൾക്ക് എന്താണ്, അത് എങ്ങനെയാണെന്ന് മാറ്റിയെടുക്കാൻ പറ്റുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ലിമിറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല, അത്രയും സിവിയർ പെയിനാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ അത് കുറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് പെയിന് കുറയാനുള്ള മെഡിസിൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് വേദനയും നീരും കുറയാനുള്ള മെഡിസിൻ കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷെ അത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അസുഖം വരുന്ന ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഷുഗറുള്ള ആൾക്കാർ. അപ്പോൾ ഷുഗറുള്ള ആൾക്കാർക്ക് പലപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ കില്ലർ അധികം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വേണമെങ്കിൽ 4-5 ദിവസം, ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെയിൻ കുറയാനുള്ള മെഡിസിൻ കൊടുക്കാം. അതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനമായിട്ട് ഇതിനെ ട്രീറ്റ്മെൻറ്റ് ഉള്ള ഏറ്റവും പ്രധാന ഘടകം എക്സസൈസാണ്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി പോയി ചെയ്യാം. അത് പെയിൻ കുറയാനുള്ള പല കാര്യങ്ങളും ഫിസിയോതെറാപ്പിയിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ എക്സസൈസ് ചെയ്യാം.
എക്സസൈസ് മൂവ്മെൻറ്റ് സാധാരണ രീതിയിൽ എല്ലാ അസുഖങ്ങളും നമുക്കിപ്പോൾ ഒരു വേദന വരികയാണെങ്കിൽ കാലിനോ അല്ലെങ്കിൽ മുട്ടിനോ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ വേദന വരികയാണെങ്കിൽ പൊതുവേ നമ്മളത് ഇളക്കുമ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ പെയിന് കൂടുക ചെയ്യുക. പക്ഷേ ഈ ഫ്രോസൺ ഷോൾഡറിൻ്റെ പ്രത്യേകിച്ച് വെച്ചാൽ അത് എത്രത്തോളം നമ്മൾ മൂവ്മെൻറ്റ് കൂടുതൽ വരുന്നോ അത്രത്തോളം ആ അസുഖം കുറയാനാണ് സാധ്യതയുള്ളൂ. പക്ഷേ ഈ അക്യൂട്ട് സ്റ്റേജിൽ തുടക്കത്തിൽ നല്ല വേദനയുള്ള സമയത്ത് ചിലപ്പോൾ നമുക്കൊരു മൂവ്മെൻറ്റ് പോലും പറ്റിക്കൊള്ളുന്നില്ല, അത്രയും നല്ല ശക്തമായ വേദന ഉണ്ട്. അപ്പോൾ എക്സസൈസ് ചെയ്യുക, ഫിസിയോതെറാപ്പി ചെയ്യുക എന്ന സംഭവം തന്നെ ചിലപ്പോൾ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു അവസ്ഥയാകുമ്പോൾ നമുക്ക് മെഡിസിൻ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മെഡിസിൻ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അപ്പോൾ മെഡിസിനും ഫിസിയോതെറാപ്പിയും എടുത്ത് നോക്കിയിട്ട് എന്നിട്ട് നമുക്കത് പറ്റുന്നില്ല, നമ്മളെ വേദന മാറുന്നില്ല, അപ്പോൾ സ്റ്റിഫ്നെസ് മാറുന്നില്ല, അത്തരത്തിലുള്ള അവസ്ഥയാണെങ്കിൽ പിന്നെ നമുക്കിതിലുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നേരിട്ട് ആ ക്യാപ്സ്യൂൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ചുരുങ്ങിപ്പോയ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അത് നേരിട്ട് അൾട്രാസൗണ്ടിൽ കണ്ടുപിടിക്കുക എവിടെയാണത് ചുരുക്കം വന്നിട്ടുള്ളത് നോക്കിയിട്ട് അവിടത്തേക്ക് നേരിട്ട് നമ്മൾ ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഹൈഡ്രോ ഡിസെക്ഷൻ, അതായത് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന സാധനത്തിന് നമ്മളത് വീർപ്പിച്ചെടുക്കുകയാണ്. ഹൈഡ്രോ ഡിസെക്ഷൻ എന്ന് പറയും, ഷോൾഡർ ജോയിൻ്റ് ഹൈഡ്രോ ഡിസെക്ഷൻ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാപ്സ്യൂൾ മെല്ലെ മെല്ലെ ഡിസ്റ്റെൻഡ് ചെയ്ത് വരികയും അത് ഫുള്ളായിട്ട് നമുക്കത് ഡിസ്റ്റെൻഡ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഷോൾഡർ മൂവ്മെൻറ്റ് ചെയ്യുക, അതായത് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്ത് ഇളക്കിയെടുക്കുക. അതാണ് ഏറ്റവും പെട്ടെന്ന് ഇതിന് പെയിന് മാറാനും അതുപോലെ തന്നെ ആ സ്റ്റിഫ്നെസ് മാറിക്കിട്ടാനും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവില്ല എന്നുള്ള ചോദ്യം ഉണ്ടാവും. സാധാരണ രീതിയിൽ നമ്മളിത് ഫുള്ളായിട്ട് മൂവ്മെൻറ്റ് ചെയ്തെടുക്കണമെങ്കിൽ പെയിൻ ഉണ്ടാവും. അപ്പോൾ അതിനെന്താ ചെയ്യുക, ആ ഭാഗത്തേക്കുള്ള, ഇപ്പോൾ ഷോൾഡറിലാണെങ്കിൽ ആ ഭാഗത്തേക്കുള്ള നെർവ്, ആ വേദന ഉണ്ടാക്കുന്ന ഞരമ്പ് നമ്മൾ തരിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുക. അപ്പോൾ ആ പെയിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്ത് ഹൈഡ്രോ ഡിസെക്ഷൻ ചെയ്ത് നല്ലപോലെ ജോയിൻറ്റ് മൂവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ പെയിന് നമുക്ക് പൂർണ്ണമായിട്ട് നല്ലപോലെ മുഴുവനായിട്ട് തന്നെ അത് മാറിക്കിട്ടും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതോടെ തീരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോൾ ജോയിൻറ്റ് സ്റ്റിഫ്നെസ് നമ്മൾ ഇളക്കി ഫുള്ളായിട്ട് ക്യാപ്സ്യൂൾ ഡിസ്റ്റെൻഡ് ചെയ്ത് ലൂസാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, എക്സസൈസ് ചെയ്യണം. എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള എക്സസൈസിൽ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ മുട്ട് ജോയിൻറ്റ്, അതായത് ഷോൾഡർ ജോയിൻറ്റ് മുഴുവനായിട്ട് പൊങ്ങണം, പുറകോട്ട് വരണം, ഇതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് കറക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ കപ്പി, അതായത് നമുക്കൊരു വെള്ളം കോരാനുള്ള കപ്പി പോലുള്ള സാധനം വാങ്ങിച്ച് ഉയരമുള്ള ഹുക്കിൻ്റെ നമ്മളുടെ കൊളുത്തിടുക, അതിന് നമ്മൾ പ്ലാസ്റ്റിക് കയറുടെ രണ്ടറ്റവും പിടിച്ചിട്ട് മെല്ലെ പൊക്കി കൊടുക്കുക. ഒരു കൈ നമുക്ക് പറ്റുന്ന പോലെ കൺട്രോൾ ചെയ്ത് പൊക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദിവസം 2-3 നേരം വെച്ചിട്ട് ആ എക്സസൈസ് ഫുള്ളായിട്ട് കൈ പൊക്കി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സമയം ഒരു 30-40 പ്രാവശ്യം ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ആ ജോയിൻറ്റ് മുഴുവനായിട്ട് ആ സ്റ്റിഫ്നെസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിനുശേഷം ആ ഒരു എക്സസൈസ്, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഈ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് പൂർണ്ണമായിട്ട് നമുക്ക് മൂവ്മെൻറ്റ് കിട്ടി, പെയിന് കുറഞ്ഞു, അതോടെ നമ്മൾ എക്സസൈസ് എല്ലാം നിർത്തി ഒഴിവാകരുത്. കാരണം നമുക്ക് വരാനുള്ള കാരണം ചിലപ്പോൾ ഷുഗർ ആയിരിക്കാം, ചിലപ്പോൾ തൈറോയ്ഡ് ആയിരിക്കാം, എന്ത് അസുഖമാണെങ്കിൽ ഇത് തുടർന്ന് ഉള്ള അസുഖമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ എക്സസൈസ് കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. മിനിമം ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ആ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യണം. വേദന മാറിക്കഴിഞ്ഞാലും ആ ഒരു എക്സസൈസും ഷോൾഡർ മൂവ്മെൻറ്റ്സും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അത് പൂർണ്ണമായിട്ട് തന്നെ ആ ഒരു അസുഖത്തിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ പറ്റും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഫ്രോസൺ ഷോൾഡർ നമ്മൾ വേദന സഹിച്ച് നമ്മളിങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല, കൃത്യമായിട്ട് ട്രീറ്റ്മെൻ്റ് ഉള്ള വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഫ്രോസൺ ഷോൾഡർ. അതിന് നേരത്തെ പറഞ്ഞ കാരണങ്ങളെല്ലാം നോക്കി കണ്ടുപിടിക്കണം, എന്തുകൊണ്ടാണ് വന്നതെന്നുള്ള കണ്ടുപിടിക്കണം, വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. അതിനുശേഷം ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഒന്നുകിൽ ഫിസിയോതെറാപ്പി മെഡിസിൻ എടുത്തുകൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. തുടക്കത്തിലാണെങ്കിൽ കുറച്ച് നല്ലപോലെ സ്റ്റിഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഹൈഡ്രോ ഡിസെക്ഷൻ പോലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് നല്ലപോലെ എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മൾ വീണ്ടും വരാതിരിക്കാനുള്ള കാര്യങ്ങൾ. അത് ഇതിനെല്ലാം കൂടെ ഈ ഷുഗർ കൺട്രോൾ ചെയ്യുക, തൈറോയ്ഡ് കൺട്രോൾ ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളതിന് കൂടുതൽ എന്തായാലും ചെയ്യണം. ഷുഗർ നോർമലായി കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് തീർച്ചയായും ശ്രദ്ധിക്കുകയും വേണം. ഇത്തരത്തിലുള്ള വേദന ഉണ്ടാക്കുന്ന മറ്റൊരു അസുഖത്തിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.